വാഗ്ദാനം നൽകിയ വൈക്കം സീറ്റ് കോൺഗ്രസ് നേതൃത്വം നൽകാതിരുന്നതോടെ കോൺഗ്രസിനെതിരെ തുറന്നടിച്ച് സണ്ണി എം കപ്പിക്കാട്. RSS സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് തന്റെ സ്ഥാനാർത്ഥിത്വം തള്ളിയതെന്ന് സണ്ണി എം കപ്പിക്കാട്. അതേസമയം സ്ഥാനാർത്ഥിത്വം വാഗ്ദാനം ചെയ്തതെന്നും താൻ ആർക്കും സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടില്ലെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. വൈക്കത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പരിഗണിച്ച പ്രധാന പേരുകളിൽ ഒന്നായിരുന്നു സണ്ണി എം കപ്പിക്കാടിൻ്റേത്. എന്നാൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ സണ്ണിയെ വെട്ടി വൈക്കത്ത് K ബിനിമോനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. പിന്നാലെ പ്രതികരണവുമായി സണ്ണി എം കപ്പിക്കാട് രംഗത്തെത്തി. രാഷ്ട്രീയമായ സംഭാഷണത്തിൽ ഉയർന്നു വന്നൊരു കാര്യമാണത്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ദളിത് സമുദായ മുന്നണിയോ അവിടെ ചെന്ന് ഒരു സീറ്റ് ആവശ്യപ്പെട്ടതല്ല. കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ട് സംസാരിച്ചത്. ഇത് രാഷ്ട്രീയമായി കോൺഗ്രസ് ഉത്തരം പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി എന്തുകൊണ്ട് ഉൾക്കൊള്ളും എന്ന് ഒരു പ്രതീതി ഉണ്ടാവുകയും പിന്നീട് എന്തുകൊണ്ട് രാഷ്ട്രീയമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യത്തിന് രാഷ്ട്രീയമായി ഉത്തരം പറയേണ്ടി വരും. എന്നാൽ താൻ ആർക്കും സ്ഥാനാർത്ഥിത്വം വാഗ്ദാനം ചെയ്തിട്ടില്ലെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. ഞാൻ സീറ്റൊന്നും വാഗ്ദാനം ചെയ്തു. ഞാൻ ആർക്കും സീറ്റ് വാക്ക് കൊടുക്കാൻ ഞാൻ ഒരാളുമല്ല. അദ്ദേഹം സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. അത് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തിൻ്റെ മുന്നിൽ വയ്ക്കാം എന്ന് പറഞ്ഞിരുന്നു. പാർട്ടി നേതൃത്വം വിശദമായ ചർച്ച നടത്തിയപ്പോൾ അവിടെ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുന്നതാണ് നല്ലത് എന്ന തീരുമാനമെടുത്തു. ആ തീരുമാനം ഞാൻ അദ്ദേഹത്തെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. കോൺഗ്രസ് തനിക്ക് സീറ്റ് നിഷേധിച്ചതിന് പിന്നിൽ RSSന് പങ്കുണ്ടെന്ന് സണ്ണി തുറന്നടിച്ചു. RSS നേരിട്ട് വന്ന് സീറ്റ് കൊടുക്കരുതെന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു സമ്മർദ്ദം എങ്ങനെ ഏർപ്പെടുത്തണമെന്ന് അറിയാവുന്നവരവർ ആര് മുഖേന എങ്ങനെ ചെയ്യണമെന്നൊക്കെ അറിയാവുന്നവരാ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്ത് മേടിച്ചോ അദ്ദേഹം ഇങ്ങോട്ട് ഓഫർ ചെയ്തോ എന്നതിനപ്പുറം ഈ വിഭാഗത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു രാഷ്ട്രീയ പദ്ധതി അവർക്കുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞാൻ. CK ജാനുവിനും സണ്ണി എം കപ്പിക്കാടിനും കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിൽ ദളിത് സംഘടനകൾക്കിടയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. വിഷയം സംസ്ഥാനാടിസ്ഥാനത്തിൽ ചർച്ചയാക്കുവാനാണ് ദളിത് സംഘടനകളുടെ തീരുമാനം. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.